കൂട്ടത്തിലെ കൊമ്പൻ എന്തിയെ? പ്രകമ്പനം പ്രൊമോഷന് പോയേക്കുന്നു. അപ്പൊ ഇനി വീഡിയോ എടുപ്പൊന്നും ഇല്ല, പണിക്ക് പോണം ഞാൻ. പിന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് വിളിച്ച് വരുത്തിയതിനാ എന്നെ? അവൻ വന്നാലേ തുടങ്ങാൻ പറ്റൂ. എന്റെ ഒരു ഉദ്ഘാടനങ്ങളായിട്ടാ ഞാൻ ഈ വന്ന് നിക്കുന്നത്. നിനക്ക് ഉദ്ഘാടനോ? നമുക്കെന്താ ഒന്നും വരാത്തത്? എന്റെ പേടി അവനിനി നമ്മുടെ കൂടെ വീഡിയോയിലൊക്കെ അഭിനയിക്കുമെന്ന്. ബോയ്സ് ആൻഡ് വൺകൾ എന്തൊക്കെയുണ്ട്? എന്താ കണ്ടന്റ് എന്താ? അളിയ കണ്ടന്റ് ഒരു മിനിറ്റ്. പറ സാഗറേ. എന്റെ പൊന്ന് സാഗറെ, പുതിയ ഡയലോഗ് വല്ലതും ഉണ്ടെങ്കിൽ ഇറക്ക്. ഇത് കേരളം മൊത്തത്തിൽ മടുത്ത്. ഈ പണിയങ്ങ് വിട് സാഗറെ. നീ വീഡിയോ എടുക്കട്ടെ, പറ. ഞാൻ എത്തേക്കാം. ചെറുക്കനെ കൊണ്ട് അല്ല, നമ്മളെന്താ പറഞ്ഞു നിർത്തി? എന്താ നമുക്ക് വീഡിയോ എടുക്കണ്ടേ? എന്താ എന്റെ ക്യാരക്ടർ? എന്താ ക്യാരക്ടർ ഇല്ല എനിക്ക്. ക്യാരക്ടറാ? നമ്മള് വീഡിയോ ഓണാക്കി വെച്ച് എന്തെങ്കിലും പറയാറല്ലേ പതിവ്? അയ്യോ, എനിക്കിനി ക്യാരക്ടറിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. സിനിമയിൽ അഭിനയിച്ച് ശീലമായി പോയേ. ഒരു മിനിറ്റ്. ഗണിച്ചേട്ടൻ വിളിക്കുന്നു. ലഡുചേട്ടനോ? ഗണിച്ചേട്ടൻ, ഗണപതി. എന്തുണ്ട് പടം അടിക്കില്ലേ? അവന് ക്യാരക്ടർ വേണോന്ന്? അവൻ 1 കിലോ ക്യാരറ്റ് മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഇനി ഗൾഫിൽ പോണം. നീ മാത്രമല്ല, നമ്മളെല്ലാരും പോണ്ടി വരും. എനിക്ക് അഭിനയല്ല വേറൊരു തൊഴിൽ അറിയത്തില്ല. അതും അറിഞ്ഞൂടെന്നൊക്കെയാണല്ലോ കമന്റ് വരുന്നത്. ആര് പറഞ്ഞു? കമന്റ് ഉണ്ടല്ലോ, ശിവഭാസിക ഫാൻസ് എന്ന് പറഞ്ഞു. അത് നീ തന്നെയല്ലടാ ഇടുന്ന നാറി. നമ്മുടെ കൂടെ ഒക്കെ ഇറങ്ങട്ടെ. അതിന് നിനക്ക് ഏത് പടം? അതല്ലേടി പറഞ്ഞ ഇറങ്ങട്ടേന്ന്. അപ്പൊ ആദ്യം ആരേലും അത് എടുക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ എത്തിയേക്കാം. ഓക്കെ. ബാ കാരവനിലോട്ടിരിക്കാം. കാരവന? സോറി, ഞാൻ ലൊക്കേഷനിലാണ് ഓർത്തുപോയി. ബാ കാറിലോട്ടിരിക്കാം. വേണ്ട, ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. പടം നാളെ റിലീസ്? ഈ ജനുവരി 30-നെളിയാ. പോയി കാണത്തില്ലേ? നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ കാണുന്നത്? അയ്യോ, ഞാൻ ചിലപ്പോ പ്രകമ്പനം ക്രൂവിന്റെ കൂടെ ആയിരിക്കും. ചിലപ്പോ രാജുവേട്ടനും ടോയ്ച്ചേട്ടനൊക്കെ ഗസ്റ്റ് ആയിട്ട് കിടപ്പം. അങ്ങനെ വേണമെങ്കിലേടാ ഇവിടെ മാറ്റിയിട്ട് നമ്മളെ പടത്തില് ശീതളിനെ വേണമെങ്കിൽ വീഡിയോയിൽ കാസ്റ്റ് ചെയ്യാം. അതിന് ഞാൻ ഓക്കെ. നിനക്ക് ഓക്കെ ആണോടാ? ശീതള് വരുവോ? പിന്നെ വരാതെ വേറെ എന്തോന്ന് പണിയാ നമുക്ക്? ആരും ഇല്ലാണ്ടിരുന്നപ്പോ ഒന്ന് അഭിനയിക്കുന്ന പറഞ്ഞ് കെഞ്ചി വിളിച്ചോണ്ട് വന്നല്ലോടാ നീ എന്നെ. എന്നിട്ടിപ്പോ ഞാനില്ലാണ്ട് ഈ പരിപാടി നടക്കത്തില്ലോ. പോടാ, ഞാൻ പോവാ. ഇപ്പൊ പോയ ഉൾക്കോണത്തിന് പൈസ കിട്ടും. അതെ, എന്നെയും കൂടെ കൂട്ടോ. ക്യാരക്ടർ ശരിയല്ല. ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിലനിൽക്കും? ഇൻഡസ്ട്രിയിലുള്ള സാർ ഒന്ന് ഇവിടെ നിൽക്കാവോ? ഞാൻ പറയുന്നു, നീ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞോളൂ, നീ കൊടുത്തു. അപ്പൊ പ്രകമ്പനം ഈ ജനുവരി 30-ന് റിലീസ്. നമ്മൾ ഒരുമിച്ചല്ലേ പോയി കാണുന്നത്. അപ്പൊ വീഡിയോ എടുക്കണം. ഇപ്പൊ ഇത്തിരി തിരക്കായി പോയിണ്ടല്ലേടാ. നിനക്ക് കാരവൻ വേണം? എന്തിനു? ഞാൻ തിന്നേരിക്കത്തില്ലേ? അപ്പൊ അവരില്ലാതെ എന്തോന്ന് വീഡിയോ? ഇതിപ്പോ ഞാൻ പോയി കാലി പിടിക്കൂലേ? അപ്പൊ വന്ന വഴി മറക്കാവോ? വീട്ടിന്റെ വഴി മറന്നാലും ഞാൻ ഈ വന്ന വഴി മറക്കൂലളിയാ. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടേ. അപ്പൊ പ്രകമ്പനം നമ്മൾ ഒരുമിച്ച് പോയി കാണും. ടിക്കറ്റ് ഞാൻ എടുക്കുവേ. ഗ്ലാസ് വെച്ചോ? ജാടൻ കൊടുക്കൂല. ഞാൻ ഇത്തിരി ഡൗൺ ടു എർത്താ. സച്ചു അവിടെ അവന്റെ കസിൻ ദുബായി വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് വരും. മച്ചാമാരെ, ഹബീബി, ഇതൊക്കെയാണ് നിന്റെ ലോക്കൽ ഫ്രണ്ട്സ്. ബ്രോ, ദുബായിൽ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. എനിക്കറിയാം നിന്നെ കാര്യം ഉണ്ട്. ദുബായി പോയിട്ടില്ല. എടാ, ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യുന്നു? ഹീസ് എ വണ്ടർഫുൾ മാൻ. വാവ് ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. സാഡ്. എന്റെ അച്ഛൻ റബ്ബറോട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവന്റെ അച്ഛൻ ലുലുമാണെന്ന് ഓഫറിന് വാങ്ങിച്ചത്. എന്താ ബ്രോ? അല്ല, ദുബായിൽ ലുലുമാൾ ഉണ്ടോന്ന് ചോദിച്ചത്. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാൾ എന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ, നമുക്കൊരു ചായ മടേ തള്ളാം. സി ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുക്കാം. എന്താ ബ്രോ? അല്ലല്ലേ, നമ്മുടെ സർക്കസിനൊക്കെ ഒട്ടകത്തെ കൊണ്ടുവരാറുള്ളൂ. സി എനിക്ക് ഒട്ടകപ്പാലില്ലാതെ പറ്റില്ല. എന്നാ നമുക്ക് ഷേക്ക് കുടിക്കാൻ. ഓ, ഷേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സി സച്ചു, അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേക്ക് ആയിരിക്കും എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മുരളി. ഓ, മുരളി ഷേക്ക്. മുന്തിരി ഷേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സച്ചു തനിക്കോണം കാണീര്. അവൻ വീട്ടിൽ പറയൂല, ഇല്ലേ ഞാൻ കാണിക്കും. എന്തോ ഷേക്ക്? മുസംബി ഷേക്കോ? മുരളി ഷേക്ക്. എന്റെ തന്തയ്ക്ക് അവിടെ എന്തോ പണി? കമ്പനിയില് KKS. അത് ഇവിടുത്തെ ചിട്ടി കമ്പനിയില്ലേ? അവിടെ കളർ കോഴിക്കുഞ്ഞ് സ്റ്റാൽഫ. ഒരു കോഴിക്ക് 1 ദിർഹം. KKS. സച്ചു മറന്നലു. നീ പണ്ടെന്റെ വീട്ടിൽ വെക്കേഷന് വരുന്നിടം തൊട്ട് ഞാൻ ഊങ്ങി വെച്ചിരുന്നേ. വീട്ടിൽ പോടാ. വഴി അറിയില്ല. ഞാൻ കൊണ്ട് വീട്ടിലോട്ട് ആക്കിയിട്ട് വരാം. ഷേക്കിന്റെ മുമ്പാ. ഷേക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂ. പറയണോ? പറഞ്ഞു കൊടുത്താൽ കൂമ്പിടിച്ചാൽ മട്ടും വന്നു. മാഫി. ശങ്കരൻ പ്ലാപ്പറമ്പി. നീ ഒന്നും ഒരു കാലത്തും കൂടെ പിടിക്കില്ലടാ. അടുത്ത് തന്തയ്ക്ക് പേരുദോഷം കേൾപ്പിക്കാൻ വന്നവൻ.
ഡോ ശങ്കരോ, എന്താ വിളിച്ചേ? ശങ്കർ രാം. ഇത് കണ്ടോ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഓ, ഏത് വേണ്ട തന്ന്? എടാ കോപ്പി, അത് ലവ് ലെറ്റർ. ഇത് ജോലിക്കുള്ള ക്ഷണക്കത്ത്. അമ്മാവനെന്റെ അമ്മാവനാണ്ട് പറയണല്ല. നിങ്ങളെപ്പോലൊരു ചെറ്റയെ ഞാൻ എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്കൊരു അനിയൻ ഉണ്ടായിരുന്നല്ലോ, അവനെ പോലൊരു നാറിയ. ശങ്കരോ തേടിയ അമ്മാവൻ കോണാത്തിച്ചല്ലോ. മധുസൂദന പായില് നിന്നെ ഉണ്ടാക്കിയ സമയത്ത് നിന്റെ തന്ത രാത്രി കക്കാൻ പോയി അങ്ങനെ പോലീസ് പിടിച്ചാൽ പോലും അങ്ങനെ ഇത്ര നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. വെൽ എസ്തറ്റിക് ഡയലോഗ്. ഇത് കണ്ടോ, എന്താ അത്? ജോലി കിട്ടി. എന്ത് ജോലി? ബാങ്കിലെ ജോലി. ഏത് ബാങ്ക്? പള്ളിയിലെ ബാങ്ക്. ഏത് പള്ളി? ഭീമാപ്പള്ളി. ഇനി മുതൽ ഞാൻ മാസം ശമ്പളക്കാരനാ. താനെന്ന് പാർവതി മാമിയുടെ രണ്ടാം കെട്ടിന് പന്തിയിലിരിക്കാൻ നേരത്ത് എന്നോട് എന്നാ പറഞ്ഞേ? ചോറ് ഇളക്കി കഴിക്കാൻ. താൻ ചോറന്നല്ലോ, പൂത്ത കാശുള്ളവന്റെ കല്യാണത്തിന് വന്നിരുന്ന് വെട്ടി വിഴുങ്ങാൻ നാണമില്ലടാ ചെറ്റേ നല്ലോടാ താൻ ചോദിച്ചേ. അമ്മമാര് ഇതെല്ലാം പറഞ്ഞത് നന്മയ്ക്കായിരിക്കും. നമുക്കൊന്ന് ജോലി കിട്ടിയപ്പോ ഇവിടെ തന്നെ പറയാൻ വേണ്ട, കല്യാണം കഴിക്കണ്ട. അമ്മായി, അമ്മ വന്നു. അവനോട് സിറ്റ് ഔട്ട് ഇരിക്കാൻ പറയണം. ഞാൻ വരുന്നുണ്ട്. പോട്ടടോ അമ്മമാരെ. ഒന്നുമില്ലല്ലോ, അവർ രക്ഷപ്പെട്ടില്ലടാ.